ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിനുണ്ടാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ, സ്കിന്നിൽ കറുത്ത പുള്ളികൾ, പിന്നെ ടാന്, അങ്ങനത്തെയൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരേ ഒരു ഐറ്റം മാത്രം മതി. പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക്, പൈസ ചിലവെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ നമുക്കതെടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഉരുളക്കിഴങ്ങ് ഒരു അടിപൊളി സാധനമാണ്. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും സ്കിന്നിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറാനും ഉരുളക്കിഴങ്ങ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിയും. ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ടാൻ ഉണ്ടല്ലോ, വർഷങ്ങളായിട്ട് നമ്മുടെ സ്കിന്നിന് വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പും ടാനും പിന്നെ വെയിലേറ്റുണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ, ഇതൊക്കെ മാറാൻ ഉരുളക്കിഴങ്ങ് അടിപൊളിയാണ്. അപ്പം ഉരുളക്കിഴങ്ങിൻ്റെ നീര് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ നീരിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഉരുളക്കിഴങ്ങ്. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ ഫേസിൽ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് വേണ്ടത് ഇതുപോലൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. അതിന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി അരച്ചതിന് നമുക്ക് അരിച്ച് വേണമെങ്കിൽ അങ്ങനെയാണ്, സാധാരണ നമ്മൾ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇന്നിത് അരിക്കാതെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അരിക്കാതെ ഉപയോഗിക്കാം. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കഴിഞ്ഞാൽ അരിക്കാതെ നമുക്കിതുപോലെ 2 സ്പൂൺ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് കടലപ്പൊടിയാണ് വേണ്ടത്. നിങ്ങൾക്ക് കടലപ്പൊടി ഉണ്ടെങ്കിൽ കടലപ്പൊടി ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതിനുശേഷം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി നമ്മൾ എല്ലാ ദിവസവും ഇതിലോട്ട് ഈ ഒരു ഫേസ് പാക്കിൽ ചേർക്കണം എന്നില്ല, വല്ലപ്പോഴും ഒരിക്കലൊക്കെ ചേർത്താൽ മതി. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ മുട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ കടലമാവോ അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിന്നിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാക്കിൻ്റെ പരുവത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിന് അത്രയ്ക്ക് മാത്രം നമുക്ക് മാറ്റം കൊണ്ടുവരും. നമ്മുടെ സ്കിന്നിലെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അത് മാത്രം ടാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന മാത്രമല്ല, മുഖത്തുണ്ടാകുന്ന വെയിലേറ്റുണ്ടാകുന്ന ചെറിയ ചെറിയ കറുത്ത പുള്ളികളുണ്ടല്ലോ, എൻ്റെ സ്കിന്നിലൊക്കെ നിറച്ചുണ്ടായിരുന്നു അത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഈ ഉരുളക്കിഴങ്ങ് ഒത്തിരി നല്ലതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു ഫേസ് പാക്ക് പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് അരച്ച് അതിന് നീര് മാത്രം എടുത്തിട്ട് ആ നീര് മാത്രമായിട്ട് നമ്മൾ മുഖത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട് കഴിയും. ഇങ്ങനെ ഒരു ഫേസ് പാക്ക് പോലെ ഉണ്ടാക്കിയേ വേണ്ട. അതെന്ന് വെച്ചാൽ ആ ഉരുളക്കിഴങ്ങ് അരയ്ക്കുക, അതിൻ്റെ നീരെടുക്കുക, എന്നിട്ട് അതിൻ്റെ ആ നീര് മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും അത് ഉണങ്ങുമ്പോൾ വീണ്ടും ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കഴുകി കളയുമ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. ഇതുപോലെ ആണെങ്കിലും ഇങ്ങനെ ഒരു ഫേസ് പാക്ക് പോലെ ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് അരയ്ക്കാത്തതുകൊണ്ട് അത് ഒരുമാതിരി തരിതരായിട്ട് എനിക്ക് ഫേസ് പാക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തു. ഇനി അത് 20 മിനിറ്റ് വെച്ച ശേഷം ഞാൻ വാഷ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ആ ഒരു ചെറിയൊരു, എനിക്കങ്ങനെ ടാനൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല, എന്നാലും മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ തോന്നിച്ചു. സ്കിന്ന് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നിറച്ച് ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നല്ലൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.